റിപ്പോർട്ടർ ബിഗ് ന്യൂസ്. CPO റാങ്ക് ലിസ്റ്റിൽ PSCക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 12 പേരെ 3 മാസത്തിന് ശേഷം പുറത്താക്കി. എന്തിനു പുറത്താക്കി എന്നതാണ് ദുരൂഹം. കായികക്ഷമത പാസ്സാകാത്ത 12 പേരെ റീമെഷർമെന്റ് നടത്തി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. PSC അംഗത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ റീമെഷർമെന്റും പിന്നീടുള്ള ഉൾച്ചേർക്കലും. ഇപ്പോഴിതാ 12 പേരെ പുറത്താക്കിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. തിരുത്തൽ വിജ്ഞാപനം വരുന്നത് അപൂർവമാണ്. സംഭവിച്ചത് പിശകാണെന്ന് PSC വൃത്തങ്ങൾ തന്നെ സമ്മതിക്കുന്നു. ചോദ്യങ്ങൾ ഇതാണ്: 12 പേർക്ക് ഇല്ലാത്ത അളവുകൾ എങ്ങനെയുണ്ടായി? റീമെഷർമെന്റ് ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ്? അളവ് കൂട്ടിക്കൊടുത്തതിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? PSC അംഗത്തിന് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നടപടിയില്ലാത്തത് എന്തുകൊണ്ട്? TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു, റിപ്പോർട്ടർ ബിഗ് ന്യൂസുമായി. TV പ്രസാദ്, ഇത് CPO റാങ്ക് ലിസ്റ്റിലാണ് ഈ തിരിമറി നടന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തിരിമറി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? അതാണൊരു പ്രധാന ചോദ്യം. രണ്ടാമത്തത്, ഇത്തരം തിരുത്തലുകൾ ഇടയ്ക്കിടയ്ക്ക് PSCയിൽ നിന്നുണ്ടാവാറുള്ളതാണോ? അതായത് സ്വാഭാവികമാണ് ഇത്തരം തിരുത്തലുകൾ എന്നതാണോ PSC നൽകുന്ന വിശദീകരണം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് TV പ്രസാദ്? അരുൺ, സാധാരണഗതിയിൽ ഇങ്ങനെയൊരു തിരുത്തൽ ഉണ്ടാവാറില്ല. ഇങ്ങനെ തിരുത്തൽ വിജ്ഞാപനം ഇറക്കുന്നത് വളരെ അപൂർവമാണ്. അതായത് 12 പോലീസ് ഉദ്യോഗസ്ഥർ യോഗ്യതയില്ലാത്തവർ കയറിക്കൂടുമായിരുന്ന ഘട്ടത്തിലാണ് ഇവരെ പുറത്താക്കിക്കൊണ്ട് PSC ഉത്തരവിറക്കുന്നത്. സംഭവിച്ചത് പിശകാണ് എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. PSC ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സമയത്തും അതേ വിശദീകരണം തന്നെയാണ് തരുന്നത്. ഇതിലേക്ക് വന്നാൽ CPOയുടെ റാങ്ക് ലിസ്റ്റാണ് ഇന്നിപ്പോൾ വിവാദമാകുന്നത്. അതായത് നേരത്തെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് CPOയുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ആ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് ആദ്യം PSC പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ, PSC പരീക്ഷ നടന്നു കഴിഞ്ഞാൽ അവർ ഒരു താൽക്കാലിക ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കും. ആ ലിസ്റ്റിൽ നിന്ന് പിന്നീട് കായികക്ഷമതാ പരീക്ഷയും അതുപോലെ തന്നെ ശാരീരിക അളവും എടുക്കുന്നതിന് വേണ്ടി ഈ ഉദ്യോഗാർത്ഥികളെ, ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വിളിപ്പിക്കുന്നു. അങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കായികക്ഷമത, ശാരീരിക അളവ് പരിശോധനകൾ നടക്കുന്നു. അതിൽ ഈ പറയുന്ന 12 പേർ കായികക്ഷമതാ പരീക്ഷ പാസ്സാവുകയാണ്. ആ സമയത്ത് ശാരീരിക അളവുകൾ, നെഞ്ചിൻ്റെ വീതിയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉയരവും, ഇതിൽ രണ്ടിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഈ 12 പേരും അങ്ങനെ അപ്പീൽ കൊടുക്കുന്നു. അപ്പീൽ കൊടുത്തതിന് ശേഷം ഇവരെ റീമെഷർമെൻറ്റിന് വിളിക്കുന്നു. പട്ടത്തെ PSCയുടെ ആസ്ഥാന മന്ദിരത്തിലാണ് റീമെഷർമെൻറ്റ്. ഈ റീമെഷർമെൻറ്റ് നടക്കുന്നത് അതിനൊന്നുകൂടി ഗൗരവം കിട്ടുന്നതിന് വേണ്ടി PSC അംഗത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. അതായത് കായികക്ഷമതാ പരീക്ഷയും ശാരീരിക അളവുകളും എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അത്രയേറെ ഗൗരവത്തിന് വേണ്ടിയാണ് PSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായ PSC അംഗത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ റീമെഷർമെൻറ്റ് നടക്കുന്നത്. അങ്ങനെ നേരത്തെ പരാജയപ്പെട്ട ഈ 12 പേർ അവർ റീമെഷർമെൻറ്റിൽ പാസ്സാകുന്നു. സ്വാഭാവികമായും PSCയുടെ ആ നടപടി പൂർത്തിയാകുന്നു. PSC പ്രധാന ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് പുറത്തിറക്കുന്നു. ആ മെയിൻ ലിസ്റ്റ് പുറത്തിറക്കിയ തീയതിയാണ് 15/4/2024. ഇവരിൽ നിന്ന് ഒരാൾക്ക് പോലും നിയമനം കൊടുത്തില്ല എന്ന വാർത്ത നമ്മുടെ SIT അന്വേഷണ പരമ്പരയായ അപ്രഖ്യാപിത നിയമന നിരോധനമോ എന്ന വാർത്താ പരമ്പരയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ PSC പട്ടിക 15/4/2024 പ്രസിദ്ധീകരിച്ച് 3 മാസത്തിന് ശേഷമാണ് ഒരു ഉത്തരവുണ്ടാകുന്നത്. ആ ഉത്തരവ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തൽ വിജ്ഞാപനമാണ്. പിഴവായി, അതായത് അളവുകൾ തെറ്റിക്കയറി എന്നുള്ളതാണ് ആ PSCയുടെ ഉത്തരവിൽ തന്നെ പറയുന്നത്. ഈ ഉത്തരവിറക്കുന്നത് ജൂലൈ മാസം 2-ാം തീയതിയാണ്. ഇത് ഈ കഴിഞ്ഞ ജൂലൈ മാസം 2-ാം തീയതി. ഈ ഉത്തരവ് പ്രകാരം ഈ 12 പേരെ പുറത്താക്കിക്കൊണ്ടുള്ള പട്ടിക ഇറങ്ങുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി അന്വേഷിച്ചു. PSCയിൽ അറിയാവുന്നവരെ കൊണ്ടെല്ലാം ചോദിച്ചു. ഒരു വിവരവും പുറത്തു വരുന്നില്ല. ഇതിൽ സംഭവിക്കാനുള്ള സാധ്യത അരുൺ, ഈ 12 പേരെ കുറിച്ച് പരാതി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നാളെ വലിയ വിവാദമുണ്ടായേക്കും എന്നുള്ളത് കൊണ്ടാണ് ഉറപ്പായും PSC ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നത്. അങ്ങനെ പിഴവാണ് സംഭവിച്ചതെങ്കിൽ അരുൺ, എന്തുകൊണ്ട് ആർക്കെതിരെയും നടപടിയെടുത്തില്ല എന്ന ചോദ്യം ഉയർന്നു നിൽക്കുകയാണ്. 12 പേരുടെ കാര്യമാണ് അരുൺ, 1-2 പേരല്ല. 12 പേർ
മതിയായ ശാരീരിക അളവ് ഇല്ലാത്തവർ PSC അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ റീമെഷർമെൻറ്റ് നടത്തി പട്ടികയിലേക്ക് അവർ യോഗ്യരാണെന്ന് കണ്ടെത്തുകയും പ്രധാന ലിസ്റ്റിലേക്ക് വരികയും ഇത് ഒരു പരാതിയായി വന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ പിഴവ് കണ്ടെത്തിയില്ല എങ്കിൽ ഈ 12 പേരും കേരളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരാകുമായിരുന്നു. എല്ലാ യോഗ്യതയും ഉള്ളവർ പുറത്ത് നിൽക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. സമീപകാലത്തൊന്നും PSCയിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായില്ല. നേരത്തെ 2018 അരുണിന് ഓർമ്മയുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാർ തമ്മിലുള്ള കത്തിക്കുത്ത് വിവാദമായി വാർത്തയായി. അവിടെയാണ് CPO റാങ്ക് ലിസ്റ്റ് ഇതിനു മുമ്പ് വലിയ വിവാദമാകുന്നത്. അന്ന് SFI നേതാക്കളായ ശിവരഞ്ജിത്ത്, പ്രണവ്, നിസാം എന്നിവർ ഈ റാങ്ക് പട്ടികയുടെ ആദ്യ റാങ്കുകാരായി. ശിവരഞ്ജിത്ത് 1ാം സ്ഥാനക്കാരനായി, പ്രണവ് 2ാം സ്ഥാനക്കാരനായി, നിസാം 28ാം റാങ്കുകാരനായി. വിശദമായ പരിശോധന നടന്നു. പോലീസ് പരിശോധിച്ചപ്പോഴാണ് സ്മാർട്ട് വാച്ച് വഴി ശിവരഞ്ജിത്തും പ്രണവും നിസാമും നടത്തിയ ഏറ്റവും വലിയ PSCയിലെ ഒരു തട്ടിപ്പ്, അതായത് ഒരു കോപ്പിയടി പുറത്തേക്ക് വരുന്നത്. ശിവരഞ്ജിത്തിൻ്റെ ഫോണിലേക്ക്, സ്മാർട്ട് വാച്ചിലേക്ക് 98 മെസ്സേജുകളാണ് അന്ന് വന്നത്. 2ാം റാങ്കുകാരനായ പ്രണവിൻ്റെ ഫോണിലേക്ക് 76 മെസ്സേജുകൾ വന്നു. 96 മെസ്സേജുകൾ കിട്ടിയ ഈ പറയുന്ന ശിവരഞ്ജിത്ത് 1ാം റാങ്കുകാരനും 76 മെസ്സേജ് കിട്ടിയ പ്രണവ് 2ാം റാങ്കുകാരനുമാകുന്നു. പിന്നാലെ 28 റാങ്കുകാരനായി നിസാമും വരുന്നു. ഗൗരവമായ അന്വേഷണം നടന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഗോകുൽ ഇവരെ സഹായിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. കർശനമായ നടപടികളിലേക്ക് സർക്കാർ നീങ്ങി. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും 3 പേരെ പുറത്താക്കി. അതേ CPOയുടെ മറ്റൊരു റാങ്ക് ലിസ്റ്റിലാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊരു തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. അരുൺ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നേരത്തെ അരുൺ ചോദിച്ചതുപോലെ, എങ്ങനെ ഈ സംഭവം ഉണ്ടായി? ആദ്യ തവണ ശാരീരിക പരിശോധന നടത്തുന്ന സമയത്താണ് ശാരീരിക അളവ് തെറ്റിയിരുന്നുവെങ്കിൽ അത് ഉറപ്പായിട്ടും പറയാം ഒരുപക്ഷെ പിശകായിരിക്കുമെന്ന്. ആ പിശക് തിരുത്തുന്നതിന് വേണ്ടിയാണ് അവർ അപ്പീൽ കൊടുത്തുകൊണ്ട് റീമെഷർമെൻറ്റ് PSC അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത്. അവിടെ എങ്ങനെയാണ് പിശകുണ്ടാകുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. റീമെഷർമെന്റിനു ശേഷം ഈ 12 പേരെ കൂടി ഉൾപ്പെടുത്തിയ പട്ടികയാണല്ലോ പുറത്തു വന്നത്. അപ്പോൾ ഒരു പരാതി അവർക്ക് ലഭിക്കണം. അങ്ങനെ പരാതിയാണെങ്കിൽ ആ റീമെഷർമെൻറ്റ് പിന്നീട് തെറ്റാണ് എന്നുള്ളത് PSC അംഗീകരിക്കണം. അതൊന്നും പറയാതെ ഈ റീമെഷർമെൻറ്റിൽ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു, അതിൽ പറഞ്ഞിരിക്കുന്ന അളവുകൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ എങ്ങനെയാണ് PSCക്ക് മറ്റൊരു പരാതിയുമില്ലാതെ ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ കഴിയുക? മാത്രമല്ല 12 പേരെയും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നാൽ മതി. ഇപ്പോൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് തെറ്റ്. റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം ഈ 12 പേരെയും പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ ദുരൂഹമായ എന്തോ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടല്ലേ? ഉറപ്പായിട്ടും അരുൺ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം PSCയിൽ നടക്കുന്ന ഈ കാര്യത്തെ നമുക്ക് അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. കാരണം PSCയുടെ നടപടി അരുണിന് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അരുണിനറിയാം എങ്ങനെയാണ് PSCയുടെ നടപടിയെന്ന്. ഒരു പഴുതുമില്ലാതെ വളരെ ചിട്ടയായി കൂടി സംവിധാനങ്ങൾ നടത്തുന്ന ഒരു പരീക്ഷാ സംവിധാനമാണ് PSCയുടേത്. പിന്നീടുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയാലും കായികക്ഷമതാ പരീക്ഷകളായാലും വളരെ കൃത്യമായി നടത്തുന്ന ഒരു സംവിധാനമാണ്. അതിൽ ആദ്യം പരാജയപ്പെട്ട 12 പേരാണ് അരുൺ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അവർ ജയിച്ച് കയറിയിരുന്നുവെങ്കിൽ ആ തിരക്കിനിടയിൽപ്പെട്ട ഒരു പക്ഷേ മാറിപ്പോയതാകാം എന്നെങ്കിലും പറയാമായിരുന്നു. ഇവർ അപ്പീല് കൊടുക്കുന്നു. അതിൽ തന്നെ ദുരൂഹതയുണ്ട് അരുൺ. അപ്പീല് കൊടുത്തവരെ പാസ്സാക്കുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കണ്ടേ? അങ്ങനെ ആലോചിച്ചിട്ടില്ല. അതിനർത്ഥം എന്താണ്? ഈ 12 പേരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നു. അങ്ങനെ 3 മാസം അവർ ലിസ്റ്റിൽ കയറുകയും ചെയ്തു. അരുൺ, സാധാരണഗതിയിൽ മെയിൻ ലിസ്റ്റ് പുറത്തിറങ്ങിയാൽ അടുത്ത ദിവസം തന്നെ ഇവർക്ക് അഡ്വൈസ് അയച്ചു തുടങ്ങാം. അങ്ങനെ അഡ്വൈസ് അയച്ചു തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ 3 പേരും ക്ഷമിക്കണം, ഈ 12 പേരും റീമെഷർമെന്റ് നടക്കുമ്പോൾ ഒരു PSC അംഗത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആ റീമെഷർമെന്റിൽ ഇവർ ക്വാളിഫൈ ചെയ്തു എന്ന PSC അംഗം തന്നെയാണ് സർട്ടിഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഥവാ ആ PSC അംഗത്തിന്റെ സാന്നിധ്യത്തിലാണ് റീമെഷർമെന്റ് എടുത്ത 12 പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആ അംഗം അത് കണ്ടിട്ടുണ്ട്. അത് തെറ്റാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ആ അംഗം കൂടിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ റീമെഷർമെന്റ് നടക്കുന്നത്. പക്ഷേ ആ PSC അംഗത്തിന്റെ നടപടി വന്നിട്ടില്ല എന്നതും ഇതിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു അല്ലേ? ഉറപ്പായിട്ടും അരുൺ പറഞ്ഞത് തന്നെയാണ് അതിലെ പോയിന്റ്. അതായത് PSC അംഗം എന്നുള്ളത് PSC തന്നെയാണ് അരുൺ. അത്രയേറെ പവറുള്ള ഒരു പദവിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത്ര വലിയ ശമ്പളം കൊടുത്ത്
വലിയ ആഡംബര കാറ് കൊടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്ത് ഇപ്പോൾ ഉയരുന്ന വിവാദമൊക്കെ കണ്ടില്ല, ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ആ പദവി നേടാൻ വേണ്ടി. അതായത് അതൊരു വലിയ പദവിയാണ് സംസ്ഥാനത്ത്, ഒരുപക്ഷെ മന്ത്രിയേക്കാളും വിലയുള്ള പദവി എന്ന് പറയാം, ഒരാളുടെ ജോലി നിശ്ചയിക്കുന്ന തരത്തിലുള്ള പദവിയാണല്ലോ. അങ്ങനെ ഒരു പിഴവ് പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പീൽ കൊടുത്തു വന്നവരാണ്. ഒരു കാര്യത്തിൽ ഒരാൾ പരാതി ഉന്നയിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ട ബാധ്യത അവർക്കുണ്ടല്ലോ. അങ്ങനെ പരിശോധിക്കാതെ എന്തിനാണ് ഈ 12 പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പശ്ചാത്തലം, അവരുടെ സാമൂഹിക പശ്ചാത്തലം ഇതെന്താണ്, അവരെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഇതുമായിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ടി വി പ്രസാദ് പറഞ്ഞതുപോലെ റീമെഷർമെന്റ് എടുക്കുന്ന വേളയിൽ PSC അംഗത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആ PSC അംഗത്തിന്റെ സാന്നിധ്യത്തിൽ നടന്ന റീമെഷർമെന്റിലും തെറ്റുപറ്റി എന്ന് PSCക്ക് ബോധ്യമാവുന്നത് പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞതിനു ശേഷമാണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നതാണ് പ്രശ്നം. എങ്ങനെയാണ് തെറ്റായ റീമെഷർമെന്റ് നടന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ട് അപ്പീൽ നൽകി റീമെഷർമെന്റിനെത്തി, അപ്പോഴും പരാജയപ്പെട്ടവരെ എങ്ങനെയാണ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഒടുവിൽ PSCക്ക് തന്നെ അത് തിരുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ആ തിരുത്താൻ വേണ്ടി എന്താണ് PSCയിൽ സംഭവിച്ചത്? അതിനുശേഷം ആരാണ് PSCയിൽ ഈ പിഴവ് ചൂണ്ടിക്കാട്ടിയത്? ഇത്തരം കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ PSC മൗനം പാലിക്കുകയാണ്. PSC ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തന്നെ നൽകേണ്ടതുണ്ട്. കാരണം തെറ്റിതിരുത്തുന്നതൊക്കെ വളരെ നല്ല കാര്യം, പക്ഷേ ആ തെറ്റിതിരുത്തലിടയായ സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ട് അപ്പീലിലൂടെ എത്തി റീമെഷർമെന്റിൽ പട്ടികയിൽ ഈ 12 പേർ ഇടം പിടിച്ചത് എന്നത് PSC വ്യക്തമാക്കണം. അതിനു പിന്നിൽ എന്തെങ്കിലും വഴിവിട്ട നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ? ആ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണോ ഈ പട്ടികയിൽ നിന്ന് 12 പേരെ മാറ്റിയത്? അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ സംഭവിച്ചത് എന്താണ് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം PSCക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ടി വി പ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകർക്കൊപ്പം ചേരും. PSC നമ്മുടെ നാട്ടിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ഏജൻസിയാണ്. ആ നിയമന ഏജൻസിയെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവരെ നമുക്ക് വെറുതെ വിടാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ CPO റാങ്ക് ലിസ്റ്റ് നേരത്തെയും വിവാദമായിരുന്നു. അന്ന് CPO റാങ്ക് ലിസ്റ്റ് വിവാദമാകുന്നത് കോപ്പിയടിച്ച് 3 പേർ ആ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. ശിവപ്രസാദും രഞ്ജിത്തും നിസാമും അടക്കമുള്ളവർ. ആ വാർത്ത നമ്മൾ കണ്ടതാണ്. വലിയ അന്വേഷണം അതിൽ നടന്നതാണ്. അതേ CPOയിൽ 12 പേരെ അപ്പീൽ വഴി റീമെഷർമെന്റ് എടുക്കുകയും അവരെ തെറ്റായി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതൊടുവിൽ തിരിച്ചറിയുമ്പോൾ PSC അവരെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കുന്ന സാഹചര്യവും ഉണ്ടാവുന്നു. എന്താണ് PSCയിൽ ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്നതിൻ്റെ വിശദീകരണം PSC നൽകണം. പൊതുജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ് PSC. ആ വിശ്വാസ്യതയുള്ള സ്ഥാപനത്തിൽ ഒരു തരത്തിലുള്ള കളങ്കവും ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായും വളരെ സുതാര്യമായി ഈ കാര്യങ്ങൾ ജനങ്ങളോട് PSC വിശദീകരിക്കുകയും വേണം.